നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് വീണ്ടും നോട്ടീസ്, സഭയുടെ നോട്ടീസ് വന്നിരിക്കുന്നു. കാനോൻ നിയമപ്രകാരം കന്യാസ്ത്രീ പാലിക്കേണ്ട ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ടീസ്. ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തത് പ്രധാന കുറ്റം, സഭയ്ക്ക് പുറത്തുപോയില്ലെങ്കിൽ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. കാറു വാങ്ങിയതും ശമ്പളം മഠത്തിൽ കൊടുക്കാത്തതും ദാരിദ്ര്യവ്രതത്തിന് വിരുദ്ധമാണെന്നും സഭയുടെ നോട്ടീസ് വന്നിരിക്കുന്നു. എന്നാൽ സഭയുടെ നടപടി ഖേദകരമാണെന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പ്രതികരിച്ചു. സന്യാസം തുടരാൻ തന്നെയാണ് തീരുമാനം എന്നാണ് അവരിപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം കന്യാസ്ത്രീ സമരത്തിൽ പങ്കെടുത്തു എന്ന കുറ്റം ഇത്തവണ കാരണം കാണിക്കൽ നോട്ടീസിൽ ചുമത്തിയിട്ടില്ല. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കന്യാസ്ത്രീകളുടെ സമരത്തിൽ പങ്കെടുത്ത അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വന്നതാണ്. വിലക്ക് മറികടന്ന് തുടർച്ചയായി മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി എന്നതിനാണ് സിസ്റ്റർ വിശദീകരണം കൊടുക്കേണ്ടിയിരുന്നിരുന്നത്. അച്ചടക്കം ലംഘിച്ചാൽ സന്യാസ സമൂഹത്തിൽ പുറത്താക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പോടുകൂടിയായിരുന്നു മൂന്നാമത്തെ കാരണം കാണിക്കൽ നോട്ടീസ് അവർക്ക് ലഭിച്ചിരുന്നത്. ഇത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നാലാമത്തെ കാരണം കാണിക്കൽ നോട്ടീസാണ്. കാർ വാങ്ങിയതും പുസ്തകം പ്രസിദ്ധീകരിച്ചതും സുപ്പീരിയറിന്റെ അനുമതിയില്ലാതെയാണെന്നും ദാരിദ്ര്യവ്രതം ലംഘിച്ച സിസ്റ്റർ ലൂസി കളപ്പുര പുസ്തകം പ്രസിദ്ധീകരിച്ചത് വഴി അനാവശ്യ ചെലവുണ്ടാക്കിയെന്നും കത്തിൽ പറഞ്ഞിരുന്നു. രാത്രി വൈകി മുറിയിലെത്തുന്നത് ശീലമാക്കി. ഇത് സഭാ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അനുമതിയില്ലാതെ വനിതാ ജേർണലിസ്റ്റിനെ ഒരു രാത്രി മുറിയിൽ താമസിച്ചുവെന്നും സഭ ആരോപിക്കുന്നു. മുൻ വിശദീകരണങ്ങളിൽ വ്യക്തിപരമായ ന്യായീകരണം മാത്രമാണ് ലൂസി കളപ്പുര നൽകിയത് എന്നാണ് മൂന്നാമത്തെ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നത്. ഫെബ്രുവരി 6 വിശദീകരണവുമായി മദർ സുപ്പീരിയറിനടുത്ത് നേരിട്ടെത്തണമെന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ കാരണം കാണിക്കൽ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. വിശദീകരണം നൽകിയില്ല എങ്കിൽ കാനോൻ നിയമപ്രകാരം നടപടി ഉണ്ടാകുമെന്നും അന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി ചർച്ചകളിൽ പങ്കെടുത്തു. സഭയുടെ ഔദ്യോഗിക വസ്ത്രം ധരിക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രമിട്ടു. മഠത്തിൽ വൈകിയെത്തുന്നു തുടങ്ങിയവയാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരായി ഉണ്ടായിരുന്ന ആരോപണങ്ങൾ. തന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നും പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുര രണ്ടാമത്തെ കത്തിന് മറുപടിയായി നൽകിയിരുന്നത്. അവർക്കിപ്പോൾ ഇത് നാലാമത്തെ കാരണം കാണിക്കൽ നോട്ടീസാണ് ലഭിച്ചിരിക്കുന്നത്. സന്യാസവ്രതം ലംഘിച്ച് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് സഭയ്ക്ക് ദുഷ്പേരുണ്ടാക്കിയെന്ന മുൻ വിമർശനങ്ങൾക്ക് ബ്രഹ്മചര്യവ്രതം നോക്കാത്ത പുരോഹിതർക്കെതിരെ ആദ്യം നടപടിയെടുക്കട്ടെ എന്നായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുരയുടെ പ്രതികരണം. വിശദീകരണം എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്പറിട്ട് ഒരുപാട് കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാത്തിനും കൂടിയുള്ള മറുപടി പെട്ടെന്ന് എഴുതി തീർക്കാനാകില്ല. എഴുതി തീർത്താൽ പെട്ടെന്ന് തന്നെ അയക്കുമെന്നും രണ്ടാമത്തെ കാരണം കാണിക്കൽ നോട്ടീസ് വന്ന സമയത്ത് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇത് അവർക്ക് നാലാമത്തെ കാരണം കാണിക്കൽ നോട്ടീസാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ വീണ്ടും പറയുന്നത് മാധ്യമങ്ങളുമായി അവർ അഭിമുഖം നടത്തിയത് ഒരു വലിയ പ്രശ്നമായാണ്. പ്രധാന കുറ്റം മാധ്യമങ്ങളുമായി ചർച്ച നടത്തി എന്നതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ കാർ വാങ്ങിയതും ശമ്പളം മഠത്തിന് നൽകാത്തതും ദാരിദ്ര്യവ്രതത്തിന് വിരുദ്ധമാണെന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കന്യാസ്ത്രീ സമരത്തിൽ പങ്കെടുത്ത വിഷയം ഇത്തവണത്തെ കാരണം കാണിക്കൽ നോട്ടീസിൽ നൽകിയിരിക്കുന്നില്ല. സഭയ്ക്ക് പുറത്തു പോകണം എന്നുള്ള കർശന നിർദ്ദേശമാണ് ഈ നോട്ടീസിൽ നൽകിയിരിക്കുന്നത്. സഭയ്ക്ക് പുറത്തു പോയില്ലെങ്കിൽ പുറത്താക്കും എന്നാണ് ഇവർ പറയുന്നത്. അതേസമയം താൻ സന്യാസവ്രതം തുടരാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നതെന്നും തുടരും എന്ന് തന്നെയാണ് സിസ്റ്റർ ലൂസി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.